സംസ്ഥാന വിദ്യാഭ്യാസ രംഗത്ത് വീണ്ടും ചർച്ചയാകുന്ന വിഷയമാണ് കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി. LDF സർക്കാർ ഈ പദ്ധതിയുമായി സഹകരിച്ച് ധാരണയിലെത്തിയപ്പോൾ മുന്നണിയിലെ തന്നെ ഘടകകക്ഷിയായ CPI ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നാൽ UDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ഈ പദ്ധതിയെ എങ്ങനെ സമീപിക്കും എന്നാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ ചർച്ച. രാജ്യത്തുടനീളം തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ സ്കൂളുകളെ മാതൃകാ വിദ്യാലയങ്ങളെയാക്കി മാറ്റുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ആധുനിക ക്ലാസ് മുറികൾ, ഡിജിറ്റൽ പഠന സൗകര്യങ്ങൾ, അധ്യാപക പരിശീലനം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയവയ്ക്കായി കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായം നൽകുന്നു. എന്നാൽ കേരളത്തിൽ ഈ പദ്ധതി വിവാദമായത് ദേശീയ വിദ്യാഭ്യാസ നയവുമായി ഇതിന് ബന്ധമുണ്ടെന്ന് ആരോപണത്തെ തുടർന്നാണ്. CPI ഉൾപ്പെടെ ഇടതുപക്ഷ സംഘടനകൾ കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ നിയന്ത്രണം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെന്നും സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം കുറയുമെന്നാണ് വിമർശിച്ചത്. ഇതിനിടയിലാണ് LDF സർക്കാർ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക സഹായവും വികസന സാധ്യതകളും കണക്കിലെടുത്താണ് തീരുമാനമെന്നായിരുന്നു അന്ന് സർക്കാരിന്റെ വിശദീകരണം. എന്നാൽ CPIയുടെ ചില നേതാക്കൾ ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വന്ന് വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെച്ചു. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ രാഷ്ട്രീയപരമായ നിലപാടിനേക്കാൾ പ്രായോഗികമായ കാഴ്ചപ്പാടോടെ സമീപിക്കുന്ന പ്രവണതയാണ് കൂടുതലായി കാണുന്നത്. സംസ്ഥാനത്തിന് സാമ്പത്തിക നേട്ടമുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കണമെന്ന നിലപാട് കോൺഗ്രസ് നേതൃത്വം പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. അതിനാൽ UDF സർക്കാർ PM ശ്രീ പദ്ധതിയെ പൂർണ്ണമായും തള്ളിക്കളയാൻ സാധ്യത കുറവാണ്. പകരം സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പദ്ധതി നടപ്പിലാക്കാനുള്ള മാർഗമായിരിക്കും UDF തേടുക. കേന്ദ്രത്തിന്റെ ഫണ്ട് കേരളത്തിലെ കുട്ടികൾക്ക് ലഭിക്കേണ്ടതാണ്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ അവസരം നഷ്ടപ്പെടുത്തരുത്. ഇതായിരിക്കും UDF മുന്നോട്ട് വെക്കാനുള്ള സാധ്യത. മറ്റൊരു പ്രധാന കാര്യം, വിദ്യാഭ്യാസ മേഖലയിൽ കേരളം രാജ്യത്തിന് മാതൃകയായി കണക്കാക്കപ്പെടുന്ന സംസ്ഥാനമാണ്. അതിനാൽ ഏത് സർക്കാരും അധികാരത്തിലെത്തിയാൽ സ്കൂളുകളുടെ വികസനത്തിനും അടിസ്ഥാന സൗകര്യ വർധനക്കും പ്രാധാന്യം നൽകേണ്ടി വരും. ഈ സാഹചര്യത്തിൽ PM ശ്രീ പോലുള്ള പദ്ധതികളെ പൂർണ്ണമായും അവഗണിക്കുക രാഷ്ട്രീയമായും ഭരണപരമായും എളുപ്പമല്ല. PM ശ്രീ പദ്ധതിയെ ചൊല്ലിയുള്ള വിവാദം കേരള രാഷ്ട്രീയത്തിൽ ഇനിയും തുടർന്നേക്കാം. LDF സർക്കാർ സ്വീകരിച്ച തീരുമാനത്തെ CPI വിമർശിച്ചിട്ടുണ്ടെങ്കിലും UDF സർക്കാർ ആ പദ്ധതിയെ എതിർക്കുന്നതിലുപരി സംസ്ഥാനത്തിന് ഗുണകരമായ രീതിയിൽ പ്രയോജനപ്പെടുത്താനുള്ള സമീപനമാണ് സ്വീകരിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ ഭാവി, കേന്ദ്ര സംസ്ഥാന ബന്ധം, രാഷ്ട്രീയ നിലപാടുകൾ എന്നിവ ഒരുമിച്ച് ചേരുന്ന വിഷയമായി PM ശ്രീ പദ്ധതി ഇനിയും ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കും. Waytonikah.com, the exclusive Muslim matrimonial site.